ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് നമ്മൾ രാവിലെ എണീറ്റ് വന്നിട്ട് എന്തുണ്ടാക്കുന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഇരിക്കണമെന്ന് നേന്ത്രപ്പഴം. എന്നാൽ പിന്നെ അത് വെച്ചൊരു ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു. കുട്ടികളെ നേന്ത്രപ്പഴം വയറ്റിലെത്തിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഇങ്ങനത്തെ നുറുങ്ങ് വിദ്യകളാണ് കേട്ടോ. ഞാനതൊക്കെ പരീക്ഷിക്കാറുണ്ട്. ഞാനതെടുത്തിട്ട് ദോശ ഉണ്ടാക്കിയാൽ അവരത് കഴിച്ചോളൂ കേട്ടോ. പുഴുങ്ങിയാലും എങ്ങനെയാണെങ്കിലും അവർ കഴിക്കാറില്ല. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കട്ടോ. നമ്മുടെ മിക്സി ജാറിലേക്ക് നമുക്ക് ആവശ്യാനുസരണം അരിപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ ആ നേന്ത്രപ്പഴം ഉണ്ടല്ലോ അത് കുനുകുനാന്ന് കട്ട് ചെയ്തിട്ടാ. കട്ട് ചെയ്തിട്ടിട്ട് നമുക്കതിലേക്ക് ഒരു അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട, പക്ഷെ നമുക്കതിലൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം. ഒരു ചെറിയ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ടെക്സ്ചറിൽ കിട്ടും കേട്ടോ. അടിപൊളി ടെക്സ്ചറായിട്ട് കിട്ടണം, എന്നാലാണത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ദോശ കൊളായി പോകും കേട്ടോ. അങ്ങനെ നമ്മുടെ ദോശ ബാറ്ററൊക്കെ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കെന്താ ദോശ പതുക്കെ ചുട്ടെടുക്കുക എന്നുള്ള ധർമ്മമാണ് അടുത്തത്. അപ്പം അതിന് നമ്മുടെ ദോശ പാനിലോട്ട് കുറച്ച് നെയ്യാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഫ്രണ്ട്സൊക്കെ, എടി നീ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അടി പിടിക്കില്ലേ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ലടാ, അടി പിടിക്കില്ല. അപ്പോൾ അവർ പറഞ്ഞു ഒരു ദിവസം ഉണ്ടാക്കി നോക്കണം എന്ന് പറഞ്ഞു. ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ പോട്ടാ, പിന്നീട് ഞാനത് ചോദിച്ചിട്ടുമില്ല. അപ്പോൾ ഓക്കെ, നമ്മുടെ ദോശ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പം എന്താ വെച്ചാൽ നമ്മുടെ ദോശ ഇവിടെ അടിയൊന്നും പിടിക്കാതെ നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ കുറച്ച് ദോശകൾ ഞാൻ ചുട്ടെടുക്കുകയാണ്. പിന്നെ ഒരു ഗുണമുള്ളത് എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഇത് മടക്ക് ദോശയായിട്ട് ഇങ്ങനെ മടക്കി മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ടച്ചിങ്സായിട്ട് നമുക്ക് കറികളുടെയും ഒന്നും ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു ഐറ്റമാണത്. നേന്ത്രപ്പഴം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ അമ്മമാർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയോളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ എങ്ങനെയാണെങ്കിലും ഒരു നേന്ത്രപ്പഴം നമ്മുടെ ശരീരത്തിലെത്തും. പുഴുങ്ങി കഴിക്കുമ്പോഴും ചില കുട്ടികൾക്കത് ഇഷ്ടമാവില്ല. ഇവിടെ എൻ്റെ മക്കൾക്ക് പുഴുങ്ങിയ നേന്ത്രപ്പഴം അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമില്ല കേട്ടോ. പിന്നെയും അവർ പച്ചയ്ക്ക് ഒരു ചെറിയൊരു കഷ്ണമെങ്ങാനും കഴിച്ചാലായി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ദോശയൊക്കെ ഞാൻ അവിടെ ചുട്ടെടുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ദോശമാവേ ഇടയ്ക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കട്ടിയായിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ കട്ടി വരികയാണെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി പഴയതുപോലെ തന്നെ കിട്ടുകയും ചെയ്യും. ഇല്ലെങ്കിൽ ദോശമാവ് ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും അതിങ്ങനെ നേന്ത്രപ്പഴല്ലേ കട്ടിയായിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു, ഞാനത് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഈ ബാറ്ററിലേക്ക്. അങ്ങനെ ദോശയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാൻ അതിൻ്റെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫൈനൽ ദോശയും കൂടെ ചുട്ടെടുക്കുകയാണ്. ലാസ്റ്റ് ദോശ ആയതുകൊണ്ട് തന്നെ അതിന് നല്ല കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ആ മാവ് മൊത്തം ഞാൻ ഒഴിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരുടെയും എന്തായിരുന്നു കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നാളെ ഒരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.